പ്രിയ സുമോദ് ബ്രദർ പ്രാർത്ഥിച്ചതായ സമയത്ത് ഇപ്രകാരം പറയുണ്ടായി, പ്രശ്നസങ്കീർണമായ ലോകത്തിൽ, പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന, നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത കരത്തെക്കുറിച്ച് നമുക്ക് അതിന് ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് 2 വാക്യങ്ങൾ നമ്മൾ വായിക്കാം. 120 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യവും 134 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യവും. Psalms 120 verse 1 and Psalms 134 verse 3. സ്നേഹിക്കുന്ന കർത്താവേ, നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കും സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വചനമാണ് കർത്താവേ. നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. നിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ട നിന്റെ എല്ലാ മക്കൾക്കുമായി സ്തോത്രം. നിന്റെ വചനം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മക്കളെ കർത്താവേ നീ അനുഗ്രഹ ആശീർവാദ നിറവുകളോടെ ഇന്ന് പകൽക്കാലം പറഞ്ഞേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ എളിയവനായ അടിയനിയെ ബലപ്പെടുത്തുകയും അധികാരപ്പെടുത്തുകയും ചെയ്താട്ട് എല്ലാ മൗത്വം അവനത്തേക്ക് യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. നമ്മൾ ആദ്യമായിട്ട് വായിച്ചതായിട്ടുള്ള സങ്കീർത്തന ഭാഗം 120 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യവും, രണ്ടാമതായിട്ട് വായിച്ചത് 134 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യവുമാണ്. നമ്മൾ വായിച്ചു തുടങ്ങിയത് ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാനിപ്പിച്ചത് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേദപുസ്തകത്തിലെ 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങളാണ് ആരോഹണ സങ്കീർത്തനങ്ങൾ എന്നുള്ള പേരിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദ സോങ്സ് ഓഫ് അസെൻറ്റ്, ആരോഹണ സങ്കീർത്തനങ്ങൾ. ആരോഹണ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. യെരൂശലേം ദേവാലയം 7 മലകൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതായ ഒരു മലയുടെ മുകളിൽ പടുത്തിരുന്നതായ ദേവാലയമായിരുന്നു. ഇസ്രായേൽ മക്കൾ ആണ്ടിലൊരിക്കൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പാനായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുക പതിവായിരുന്നു. ഒന്നിച്ച് 7 മലകൾക്കപ്പുറത്തുള്ള യെരൂശലേം ദേവാലയത്തിലേക്ക് അവർക്ക് പോകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ, അവർ യാത്രയുടെ ആരംഭത്തിനായിട്ട് ഒരാരംഭ താവളമുണ്ടായിരുന്നു. ഓരോ മലയും കടക്കുന്നതിന് ആ മലയുടെ ഏകഭാഗത്ത് മധ്യഭാഗത്ത് അവർക്കൊരു ഇടത്താവളമുണ്ടായിരുന്നു. ആ മലയുടെ ഉയർഭാഗത്ത് അവർ നിർത്തുന്നതായിട്ടുള്ളൊരു താവളമുണ്ടായിരുന്നു. അങ്ങനെ 14 ഇടത്താവളങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ 15ാമത് ഈ യെരൂശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടഞ്ഞത് എന്ന് അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ആരംഭ താവളത്തിൽ നിന്ന് അവരാരംഭിക്കുന്ന ആത്മീയ യാത്ര 15ാമത്തെ താവളമായിരിക്കുന്ന അവരുടെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അധിവസിക്കുന്നതായ യെരൂശലേം ദേവാലയം ഉള്ളതായ ആ താവളത്തിലേക്ക് ചെല്ലുമ്പോൾ 15 സ്ഥലങ്ങളിൽ അവർ നിന്ന് ഇരുന്ന് വിശ്രമിച്ച് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരേറ്റിക്കൊണ്ടാണ് അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നത്. അവരാദ്യത്തെ താവളത്തിൽ അവരുടെ ജീവിത ആത്മീയ യാത്ര ആരംഭിക്കുമ്പോൾ അവർ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചുകൊണ്ട് അവരവരുടെ യാത്ര ആരംഭിക്കുകയാണ്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ, ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ചിന്താഭാരങ്ങളുടെ മധ്യത്തിൽ, ആവശ്യങ്ങളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചുകൊണ്ട് ആത്മീയ യാത്ര ആരംഭിക്കുന്നവനായ ഒരു വ്യക്തി സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അധിവസിക്കുന്നതായ യെരൂശലേം ദേവാലയത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അവൻ സർവശക്തനായ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് അവൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിപ്രകാരം പാടിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. യെരൂശലേം ദേവാലയം പ്രതിഷ്ഠിക്കുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ശലോമോൻ പ്രാർത്ഥിച്ച് ദൈവത്തിന് യെരൂശലേം ദേവാലയം പ്രതിഷ്ഠിച്ചു. 2 ദിനവൃത്താന്ത 7-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ശലോമോൻ
ദൈവത്തിന് യെരൂശലേം ദേവാലയം പ്രതിഷ്ഠിക്കുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നതായ നിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നീ സ്വർഗത്തിൽ നിന്ന് അവരുടെ യാചനകൾ കേട്ട് അവരുടെ അപേക്ഷകൾക്ക് ഉത്തരമരുളുകയും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ ചെവി തുറന്നിരിക്കുകയും നിന്റെ കണ്ണ് പ്രകാശിച്ചിരിക്കുകയും ചെയ്യും എന്നുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളുടെ പ്രശ്നങ്ങളും തങ്ങളുടെ ആവശ്യങ്ങളും തങ്ങളുടെ വിഷയങ്ങളും ഒക്കെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നത്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 Chronicles chapter 7 verses 14 and 15. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ തിരുവായ് മൊഴി ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ അതിനെ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളുടെ ആവശ്യങ്ങളെയും തങ്ങളുടെ പ്രശ്നങ്ങളെയും അറിയിച്ചുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രാപിപ്പാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളുടെ വിഷയങ്ങളെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഇത് വാസ്തവത്തിൽ ഇസ്രായേൽ മക്കളുടെ തന്നെ അനുഭവമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവമാണ്. ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നവുമായിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയതുപോലെ നാം ഓരോരുത്തരും നമ്മളുടെ ആവശ്യങ്ങളും വിഷയങ്ങളുമായി സർവശക്തനായ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു: ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനാണ്, ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ്. എനിക്ക് അസാധ്യമായത് വല്ലതുമുണ്ടോ എന്ന് സർവശക്തനായ ദൈവം ചോദിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളുമായി വിഷയങ്ങളുമായി പ്രയാസങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവ പൈതലെ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം തരുവാൻ, നമ്മളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ, നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുവാൻ, നമുക്ക് സമാധാനം നൽകുവാൻ, നമുക്ക് ആശ്വാസം നൽകുവാൻ, നമ്മെ സഹായിപ്പാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇന്നും മതിയായവനാണ്. അവൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. ആദ്യ പടിയിലേക്ക് കടന്നു വരുന്നവനായ വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പ്രശ്നമെന്ന് പറയുന്നത് എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്നെ സഹായിപ്പാൻ ആരുണ്ട്, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുണ്ട്, എനിക്ക് അസുഖം വന്നു കഴിയുമ്പോൾ എന്നെ നോക്കുവാൻ ആരുണ്ട്, ഞാൻ വാർദ്ധക്യമായി കഴിയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുവാനായിട്ട് ആരുണ്ട്, എൻ്റെ ജോലി എന്ന് റിട്ടയർ ആയി കഴിയുമ്പോൾ എനിക്ക് വേണ്ടി ശമ്പളം തരുവാനായിട്ട് ആരുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും മറ്റുള്ള സ്ഥലങ്ങളിലായി കഴിയുമ്പോൾ എനിക്ക് വേണ്ടി സഹായിപ്പാനായിട്ട് ആരുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ചിന്ത എന്ന് പറഞ്ഞാൽ എന്നെ സഹായിപ്പാൻ ആരുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതലിന് ദൈവം ആദ്യമായി ഉത്തരം നൽകുന്നത് ഇതാണ്: നിന്നെ സഹായിപ്പാൻ മതിയായവനായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവൻ ആദ്യ പടിയിൽ തന്നെ ആദ്യ ഇടത്താവളത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയാണ്. ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ സംരക്ഷിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നിന്നെ സഹായിപ്പാൻ മതിയായവനായി സർവശക്തനായ ദൈവമുണ്ട്. ആദ്യ ഇടത്താവളത്തിൽ, അതായത് 121 സങ്കീർത്തനത്തിൽ തന്നെ അവൻ്റെ ആത്മീയ ജീവിത കഷ്ടതയിൽ യഹോവയോടുകൂടെ നിലവിളിച്ച് യഹോവയുടെ സന്നിധിയിൽ നിലവിളിച്ച് തൻ്റെ പ്രശ്നത്തിന് പരിഹാരത്തിനായി കടന്നു പോകുന്ന ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന എന്നെ സഹായിപ്പാൻ, എനിക്ക് കൊണ്ട് കൂടെ ഇരിക്കുവാൻ, എന്നോ സഹായിപ്പാനും എന്നെ വിടുവിപ്പാനുമായിട്ട് എനിക്ക് ആരുണ്ട് എന്ന്
ദുഃഖിച്ച് ചിന്തയോടുകൂടെ, ചിന്താഭാരത്തോടുകൂടെ, പ്രശ്നത്തോടുകൂടെ കടന്നു പോകുന്നവൻ അതിൻ്റെ ഉത്തരം ആദ്യ ഇടത്താവളത്തിൽ തന്നെ കണ്ടെത്തുകയാണ്. എൻ്റെ സഹായകൻ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായ ഇസ്രയേലിൻ്റെ പരിപാലകൻ, അവനാണ് എൻ്റെ സഹായകൻ. വായിക്കാം നമുക്ക് 121 സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വരുന്നു, സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല. മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി, ഉറക്കം നടിക്കാത്തവനായി, യാതൊരു ക്ഷീണമില്ലാത്തവനായ സർവശക്തനായ ദൈവം ആണ് നമ്മെ കാത്തു സൂക്ഷിക്കുന്നത്. 34-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദ് പറയുന്നു. 34-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 91-ാം സങ്കീർത്തനത്തിന്റെ 11-ഉം 12-ഉം വാക്യത്തിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ 6 ജാതികളുടെയും 34 രാജാക്കന്മാരുടെയും മധ്യത്തിൽ നിന്ന് തങ്ങളെ വിടുവിച്ച് വാഗ്ദത്ത ദേശമാകുന്ന കനാൻ ദേശത്ത് എത്തിപ്പാൻ മതിയായവനായ സർവശക്തനായ ദൈവത്തിന്റെ വിടുതലിന്റെയും കരുതലിന്റെയും കരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. 91-ാം സങ്കീർത്തനത്തിന്റെ 11-ഉം 12-ഉം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിന്നെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ കാൽ തട്ടിൽ പോകാതെ ഇരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പ്രിയ ദൈവ പൈതലേ, നമ്മളുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാണ്. അവനാണ് ഉറങ്ങാത്തവൻ, അവനാണ് മയങ്ങാത്തവൻ. അവൻ മാത്രമേ സഹായകനായി ഉള്ളൂ എങ്കിൽ അവൻ മാത്രമേ നമ്മളുടെ സംരക്ഷകനായി തീരുകയുള്ളൂ. ലോകത്തിൻ്റെ ആശ്രയങ്ങളൊക്കെയും മാറിപ്പോകും, ലോകത്തിൻ്റെ സഹായങ്ങളൊക്കെയും മാറിപ്പോകും, ലോകത്തിൻ്റെ സംരക്ഷകരൊക്കെയും മാറിപ്പോകും. എന്നാൽ മാറാത്തവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ അവർ 6 ജാതികളെയും 31 രാജാക്കന്മാരെയും തകർത്താണ് വാഗ്ദത്ത ദേശം കൈവശമാക്കിയത്. ഇസ്രായേൽ മക്കളെക്കാൾ ശ്രേഷ്ഠന്മാരായ യുദ്ധവീരന്മാരായ എല്ലാ ആയുധ സജ്ജീകരണങ്ങളുമുള്ള ജാതികളും രാജാക്കന്മാരുമായിരുന്നു ഇവരൊക്കെയും. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നു, ദൈവം നിങ്ങളെ എപ്രകാരമാണ് സംരക്ഷിച്ചത്, ദൈവം നിങ്ങളെ എപ്രകാരമാണ് കാത്തു സൂക്ഷിച്ചതെന്ന് ഒരു പക്ഷം എൻ്റെ പ്രിയ ഇസ്രായേൽ മക്കളെ നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് ചോദിച്ചാൽ അവർ നിങ്ങളോട് പറയും, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ എത്രമാത്രം ശക്തനാണ്, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ എത്രമാത്രം വിശ്വസ്തനാണ്, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ സംരക്ഷിപ്പാൻ മതിയായവനാണോ അല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നാം ജയിച്ചിരിക്കുന്നത് വാളുകൊണ്ടും ഭുജം കൊണ്ടും മനുഷ്യൻ്റെ ശക്തി കൊണ്ടുമല്ല, പിന്നെയോ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ കരത്താൽ നാം വിടുവിക്കപ്പെട്ടിരിക്കും. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം ഒന്ന് വായിക്കാം. ഡിറ്റോണമി ചാപ്റ്റർ 32 വേഴ്സ് 31. അവരുടെ പാറ നമ്മളുടെ പാറ പോലെയല്ല, അതിന് നമ്മളുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. നിങ്ങൾക്കൊരു പക്ഷം ശരിക്കും നിങ്ങളെ എപ്രകാരമാണ് വിടുവിക്കപ്പെട്ടത്, സംരക്ഷിക്കപ്പെട്ടത്, കാത്തു സൂക്ഷിക്കപ്പെട്ടതെന്ന് ഒരു പക്ഷം നിങ്ങൾക്കറിയത്തില്ല. എന്നാൽ നിങ്ങളുടെ ശത്രുക്കളോട് ചോദിച്ചാൽ നിങ്ങളുടെ ശത്രുക്കൾ പറയും, നിനക്കെതിരായിട്ട് അവനാകുന്നതെല്ലാം ശ്രമിച്ചുവെങ്കിലും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ സംരക്ഷിച്ചിരുന്നത് കൊണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ കാത്തു സൂക്ഷിച്ചിരുന്നത് കൊണ്ട്, യഹോവയുടെ കരം നിനക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്, യഹോവയുടെ ഉള്ളംകരത്തിൽ നീ വഹിക്കപ്പെട്ടിരുന്നത് കൊണ്ട് സർവശക്തനായ ദൈവം നിന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയും. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം. ഡിറ്റോണമി ചാപ്റ്റർ 33 വേഴ്സ് 29. ഇസ്രയേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ,
അവൻ നിന്റെ സഹായത്തിൻ്റെ പരിചയം, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം കാണിക്കും, നീ അവരുടെ ഉന്നതികൾ മേൽ നടകൊള്ളും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ കരം അതാണ്. അവനാണ് വിടുവിക്കുന്നവൻ, അവനാണ് സഹായിക്കുന്നവൻ, അവനാണ് നമ്മെ സംരക്ഷിക്കുന്നവൻ. ഇനി നമ്മളുടെ ശത്രുവാരാ? നമ്മളുടെ ശത്രു അലറുന്ന സിംഹം എന്ന പോലെ ഊടാടി സഞ്ചരിക്കുന്ന പിശാച്. പിശാചിനോട് നമുക്കൊന്ന് ചോദിക്കാം, സാത്താനെ, ദൈവം എപ്രകാരമാണ് ദൈവമക്കളെ സംരക്ഷിക്കുന്നത് എങ്ങനെ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ചുറ്റും ഊടാടി സഞ്ചരിക്കുന്ന പിശാചുണ്ടല്ലോ, നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് വീഴിപ്പാനായിട്ട്, നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് തകർത്ത് കളവാനായിട്ട്, നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കാനായിട്ട് സാത്താൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാത്താനോടൊന്ന് ചോദിക്കാം, സാത്താനെ, എന്തുകൊണ്ട് ദൈവമക്കളെ വീഴിപ്പാനായിട്ട്, എന്തുകൊണ്ട് ദൈവമക്കളെ തകർത്ത് കളവാനായിട്ട് നിനക്ക് കഴിയുന്നില്ല? സാത്താൻ അതിന് ഉത്തരം പറയും. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യത്തിൽ, ജോബ് ചാപ്റ്റർ 1 വേഴ്സസ് 9 and 10. അതിന് സാത്താൻ യഹോവയോടെ, വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്, നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലോ. ദൈവം ദൈവമക്കളെ കാത്തു സൂക്ഷിക്കുന്നത് 3 തരത്തിലാണെന്ന് സാത്താൻ പറയുകയാണ്. നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം കാത്തു സൂക്ഷിക്കുന്ന പേഴ്സണൽ വേലി, ഈ കാർ ഓടിച്ചിട്ട് നമ്മളുടെ കാറിൻ്റെ ബ്രേക്ക് ശരിയായിരിക്കുന്നത് കൊണ്ടോ, എതിരെ വരുന്ന വാഹനം അപകടം വരുത്താത്തത് കൊണ്ടോ, നമ്മൾ എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആയിരിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമുക്കിവിടെ വൈറസ് ഇല്ലാത്തത് കൊണ്ടോ, അസുഖമില്ലാത്തതോ ഒന്നുകൊണ്ടോ അല്ല നമ്മൾ സുരക്ഷിതരായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ പേഴ്സണൽ വേലിക്കുള്ളിൽ നാം ഓരോരുത്തരും സുരക്ഷിതരായിരിക്കുന്നത് കൊണ്ടാണ് നാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു സിമെൻറ്റ് കട്ടയെ തട്ടിയാൽ വീണ് 3 ഫ്രാക്ചറെങ്കിലും വരാൻ യോഗ്യരാണ് ഇവിടെ നിൽക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന മിക്കവാറും നമ്മളെല്ലാവരും. നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം അവൻ്റെ പേഴ്സണൽ വേലിക്കുള്ളിൽ അവൻ സുരക്ഷിതരായി നമ്മെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുകയാണ്. രണ്ടാമത് ദൈവം കാത്തു സൂക്ഷിക്കുന്നത് നീ അവനും അവൻ്റെ ഭവനത്തിനും. നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെയും ദൂരത്തും വെളിയിലുമാണല്ലോ. നമ്മളവരെ വല്ലപ്പോഴും ഒന്ന് ടെലിഫോൺ ചെയ്തിട്ട് ഹൗ ഡു യു ഡു, ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഫൈൻ എന്ന് പറയുന്നത് കൊണ്ടോ നമ്മളുടെ ഈ ടെലിഫോൺ കൊണ്ടോ അല്ല അവരോരോരുത്തരും സുരക്ഷിതരായിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ ഫാമിലി വേലിക്കുള്ളിൽ അവരെ ഓരോരുത്തരെയും ദൈവം സംരക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം കാത്തു സൂക്ഷിക്കുന്നത് അവൻ്റെ ഫാമിലി വേലിക്കുള്ളിൽ. അവൻ്റെ ഫാമിലി വേലിക്കുള്ളിൽ ഓരോരുത്തരും സംരക്ഷിതരായിരിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും ഉപജീവന മാർഗത്തിന് പോയാലും സർവശക്തനായ ദൈവം അവരെ സുരക്ഷിതരായി നമ്മളുടെ ഭവനത്തിൽ കൊണ്ടുവരുന്നത്, അവരെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുന്നത്, അപകടത്തിൻ്റെ മധ്യത്തിൽ പെടാതെ അവരെ ഓരോരുത്തരെയും സുരക്ഷിതരായി ദൈവം കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ അവരോരോരുത്തരുമായിരിക്കുന്നത് കൊണ്ടാണ്. മൂന്നാമത്, നീ അവനും അവൻ്റെ ഭവനത്തിനും അവൻ്റെ സമ്പത്തിനും ചുറ്റും വേലി കെട്ടി കാത്തു സൂക്ഷിച്ചിരിക്കുന്നല്ലോ. നമ്മളുടെ വീട് ആരെങ്കിലും മോഷ്ടിക്കാത്തതോ, നമ്മുടെ കാർ എടുത്തുകൊണ്ട് പോകാതിരിക്കുന്നതോ, നമ്മളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ ആരെങ്കിലും മോഷ്ടിക്കാതെ ഇരിക്കുന്നതോ അതിൻ്റെ സെക്യൂരിറ്റി കൂടുതലും കൊണ്ടല്ല, ദൈവം കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അമേരിക്കയിൽ കള്ളന്മാരില്ലാത്തത് കൊണ്ടല്ല, കാർ തീപ്സ് ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്കുള്ളതായ സമ്പത്ത് നഷ്ടപ്പെടാൻ ഒരു സാഹചര്യവും ഇല്ലാത്തത് കൊണ്ടല്ല. പ്രിയ ദൈവ പൈതലേ, സർവശക്തനായ ദൈവം നമ്മളുടെ കൈകളുടെ അധ്വാന ഫലത്തെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ദൈവം ഒരു ദൈവ പൈതലിനെ ഇങ്ങനെ 3 രീതിയിലാണ് കാത്തു സൂക്ഷിക്കുന്നത്. നമുക്കോരോരുത്തർക്കും ചുറ്റുമുള്ള അവൻ്റെ പേഴ്സണൽ വേലി, നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റുമുള്ള അവൻ്റെ ഫാമിലി വേലി, നമ്മളുടെ നന്മയ്ക്ക് ചുറ്റുമുള്ള അവൻ്റെ പ്രോപ്പർട്ടി വേലി. 3 ടയർ പ്രൊട്ടക്ഷൻ. സെക്യൂരിറ്റി ലാംഗ്വേജിൽ 3 ടയർ പ്രൊട്ടക്ഷൻ VVIPസിന് മാത്രമേ ഉള്ളൂ. അമേരിക്ക പ്രസിഡന്റ് ഒബാമയ്ക്ക് കാണും, ഇന്ത്യയിലെ പ്രസിഡന്റിനും പ്രൈം മിനിസ്റ്റർക്കും കാണും. അതുപോലെ VVIPസിന് മാത്രമുള്ള സംരക്ഷണമാണ് 3 ടയർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ VVIP പ്രൊട്ടക്ഷൻ. പ്രിയ സഹോദര സഹോദരി,
നിന്റെ അടുത്തിരിക്കുന്ന സഹോദരനും സഹോദരിക്കും കൈ കൊടുത്തിട്ട് പറ, ഞാൻ എൻ്റെ ദൈവത്തിനൊരു VIP ആണ്. നീ എൻ്റെ ദൈവത്തിന് ശ്രേഷ്ഠനും മാന്യനുമാണ്. സർവശക്തനായ ദൈവം നിനക്ക് ചുറ്റും പേഴ്സണൽ വേലി കെട്ടി നിന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. നിന്റെ കുടുംബത്തിന് ചുറ്റും ഫാമിലി വേലി കെട്ടി നിന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. നിന്റെ സമ്പത്തിന് ചുറ്റും അവൻ പ്രോപ്പർട്ടി വേലി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. നീ എൻ്റെ ദൈവത്തിന് ശ്രേഷ്ഠനും മാന്യനുമായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ സുരക്ഷിത വലയത്തിനുള്ളിൽ, എൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ നീ സുരക്ഷിതനാണ്. അതാണ് നിന്റെ സുരക്ഷ എന്ന് പറയുന്നത്. ഈ ആശ്വാസമാണ് ആദ്യത്തെ ഇടത്താവളത്തിൽ വെച്ച് സർവശക്തനായ ദൈവത്തെ അന്വേഷിച്ച് പോകുന്നതായിട്ടുള്ള ഒരു ദൈവ പൈതൽ കണ്ടെത്തുന്നത്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ ഞാൻ സുരക്ഷിതനാണ്. ഞാൻ എൻ്റെ ദൈവത്തിന് ശ്രേഷ്ഠനും മാന്യനുമാണ്. അപ്പം മനുഷ്യൻ്റെ വറിയുടെ ആദ്യത്തെ പ്രശ്നത്തിന് പരിഹാരം ആദ്യ ഇടത്താവളത്തിൽ വെച്ച് തന്നെ ലഭിച്ചു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തന്നെ വരുന്നു. കാൽ വഴുതാത്തവനായി, ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി എന്നെ സംരക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണ്. അവൻ എന്നെ കാത്തു സൂക്ഷിപ്പാൻ മതിയായവനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യത വരെയും കാത്തു സൂക്ഷിപ്പാൻ ഞാൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യാക്കോബ് പറയുന്നുണ്ട്. യാക്കോബ് ഫറവോൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഫറവോൻ ചോദിക്കുന്നു, എത്ര വയസ്സായി എന്ന് പറയുന്നുണ്ട്. അരി എത്ര ആയി എന്ന് ചോദിക്കുന്നുണ്ടെ പയർ 500 എന്നല്ല യാക്കോബ് പറയുന്നത്. യാക്കോബ് അപ്രകാരം പറയുന്നവനാ. അപ്പം ഫറവോൻ ചോദിച്ചു വയസ്സെത്ര ആയെന്ന്. യാക്കോബ് പറയുന്ന ഉത്തരം ആള് മോശമായെങ്കിലും പറയുന്നത്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരം. പിന്നെ ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ സംരക്ഷിച്ചവനായ സർവശക്തനായ ദൈവം. ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ സംരക്ഷിച്ചവനായ സർവശക്തനായ ദൈവം. അവൻ ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി, എൻ്റെ സംരക്ഷകനായി, എനിക്ക് എന്നെ കരുതുന്നവനായി അവൻ എന്നെ വഴി നടത്തുന്നു. അവൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണ്. അവൻ എൻ്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ സുരക്ഷിതനാണ്. അവൻ എൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അവർ സുരക്ഷിതരാണ്. അവൻ എൻ്റെ സമ്പത്തിനോടുകൂടി ഉള്ളത് കൊണ്ട് എൻ്റെ കൈകളുടെ പ്രവൃത്തി, അധ്വാന ഫലം ഞാൻ അനുഭവിക്കുന്നു. അവൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണ്. അവൻ എനിക്ക് മതിയായവനാണ്. നമ്മളിതുവരെ ഒരു ഇടത്താവളത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്കൊരു 13 ഇടത്താവളം കൂടെ കയറേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ പ്രശ്നത്തിന് മാത്രമേ ഇതുവരെ പരിഹാരമായുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ഇടത്താവളത്തിലേക്ക് ഒന്ന് പോകാം. ആദ്യത്തെ ഇടത്താവളത്തിൽ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. രണ്ടാമത്തെ ഇടത്താവളത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന് അവിടെ പരിഹാരം ലഭിക്കുകയാണ് സമാധാനം. ആദ്യത്തെ ഇടത്താവളത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള സമാധാന ഉത്തരം എൻ്റെ സഹായമാണ്. രണ്ടാമത്തെ ഇടത്താവളത്തിൽ വെച്ച് എനിക്ക് ലഭിക്കുന്നത് എൻ്റെ സമാധാനമാണ്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പറയും നമ്മളെല്ലാവരും സമാധാനമുള്ളവരാണ്. എങ്കിലും നമ്മൾ കഴിക്കുന്ന മരുന്ന് നോക്കിയാൽ അറിയാം നമ്മൾ എത്ര പേർക്ക് സമാധാനമുള്ളവരാണെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ BP എന്ന് പറയുന്ന ഒരു കോമൺ ഡിസീസായി തീർന്നിരിക്കുക. ഇന്ത്യയിലും അപ്രകാരം തന്നെയാണ്. BP ഇല്ലാത്തവരെ ആരുമില്ല, അസുഖമില്ലാത്തവരാരുമില്ല. സമാധാനമുള്ളവർ വളരെ കുറവാണ്. സമാധാനത്തിൻ്റെ പുറകെ മനുഷ്യൻ പരക്കം പായുകയാണ്. എന്നാൽ സമാധാനം തരുവാൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ, സർവശക്തനായ യഹോവയ്ക്ക്. ദൈവത്തിന് മാത്രമേ നിനക്ക് സമാധാനം തരുവാൻ കഴിയുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോബ് പറയുന്നത് പോലെ, തൻ്റെ സ്നേഹിതന്മാർ കടന്നു വന്ന് യോബിനെ ആശ്വസിപ്പാനായിട്ട് വന്നു. ആ സ്നേഹിതന്മാർ കടന്നു വന്ന് യോബിനെ ആശ്വസിപ്പാനായിട്ട് കടന്നു വന്നപ്പോൾ യോബ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ സമാധിപ്പാനിപ്പാനായിട്ട് അവർ കടന്നു വന്നു. എങ്കിലും അവരെ ആശ്വാസപ്രദകന്മാരല്ല, അവരെനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം നൽകി തരുന്ന ചാടുന്ന വേലിയും കുഴഞ്ഞ ചേറ്റും പോലെയുള്ള സഹായകന്മാരാണ് എന്നാണ് പറയുന്നത്. പ്രിയ ദൈവ പൈതലേ, നിനക്ക് സമാധാനം നൽകുവാൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ.
അവനാണ് സമാധാന പ്രഭു, സർവശക്തനായ യഹോവ. 122 സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉണ്ടാകട്ടെ. മനുഷ്യൻ്റെ അടുത്ത ഏറ്റവും മൂല്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ് സമാധാനം. സമാധാനം നൽകുവാൻ സർവശക്തനായ ദൈവത്തിനെ കഴിയും. 4 സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യത്തിൽ പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സമാധാനം നീ എനിക്ക് നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. യെശയ്യാപ്രവചനം 54 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ പറയുന്നു, കുന്നുകൾ മാറിപ്പോകും, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, എന്നാൽ എൻ്റെ നിയമം നിന്നോട്, എൻ്റെ സമാധാന നിയമം നിന്നോട് വിട്ടു മാറുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല എന്ന്. ഈ ദൈവത്തിന് മാത്രമേ നമുക്ക് സമാധാനം നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവത്തിന് സമാധാനം നൽകുവാനായിട്ട് കഴിയുന്നത്? അവനാണ് സമാധാന പ്രഭു. അവനാണ് സമാധാന പ്രഭു. അവന് മാത്രമേ സമാധാനം നമുക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം ലോകം നൽകുന്നത് പോലെ അല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. പ്രിയ ദൈവ പൈതലേ, നിനക്ക് സമാധാനം നൽകുവാൻ, നിന്നെ ആശ്വസിപ്പിപ്പാൻ, നിനക്ക് വേണ്ടി നിന്റെ ഹൃദയത്തിൽ സമൃദ്ധി നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 138 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദ് പറഞ്ഞിരിക്കുന്നത്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. He will accomplish and he will fulfill everything that is concerned for me. അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. ആശങ്കാകുലരായി ജീവിതത്തിൽ ചിന്താഭാരത്തോടുകൂടെ, ജീവിതത്തിൽ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ, ജീവിതത്തിൽ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവ പൈതലേ, അവൻ നിനക്ക് നൽകുന്ന ദാനമാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. കാരണം അവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ സമാധാന നിയമം നിന്നെ വിട്ട് മാറുകയില്ല. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും വാക്കുകൾ മാറും, എന്നാൽ വാക്കു മാറാത്തവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, സർവശക്തനായ യഹോവ. അവനാകുന്നു നമ്മോട് വാഗ്ദത്തം ചെയ്തത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിൻ്റെ 33-34 വാക്യത്തിൽ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം നമുക്ക് വാഗ്ദത്തം, ചിന്തകളെക്കുറിച്ച് പറയുന്നതായ സമയത്ത്, ഡോണ്ട് വറി, ചിന്താഭാരത്താൽ വ്യാകുലപ്പെടുന്നതായിട്ടുള്ള വ്യക്തികളോട് സർവശക്തനായ ദൈവം പറയുന്നു, ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ അനന്യനാണ്. ഞാൻ അറിയാതെ എന്തെങ്കിലും സംഭവിക്കുമോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. Yesterday also I was in the throne, today also I am in the throne, and tomorrow also till eternity I shall be in the throne. ലോകത്തിൽ ഒരു മനുഷ്യനും പറയുവാനായിട്ട് കഴിയുകയില്ല, ഞാൻ നിന്നോടുകൂടെ ലോകാവസാനത്തോളം എല്ലാ നാളും ഇരിക്കുമെന്ന്. നമ്മളുടെ പ്രിയങ്കരനായ കർത്താവ്, അവന് മാത്രമേ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, സമാധാന പ്രഭുവാണ്. അവനാണ് നമുക്ക് സമാധാനം നൽകിയിരിക്കുന്നത്. ആ സമാധാനം ലോകം നൽകുന്ന സമാധാനമല്ല. നമ്മളുടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആരോഹണ ജീവിതത്തിലെ 2 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ, ഇന്ന് പൽക്കാലം ചിന്തിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളുടെ ജീവിതത്തിൽ കൃപ നൽകി. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ സമാധാനം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സമാധാനം സമാധാന പ്രഭുവായ, സകലത്തിൻ്റെയും ഉടയവനായ, ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും മാറാത്തവനായ
അനന്തകാലം മുതൽ നിത്യത വരെയും നിലനിൽക്കുന്ന എൻ്റെ വലങ്കരത്തിന് പിടിച്ച് എൻ്റെ ആലോചനയാൽ എന്നെ നടത്തി പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൽ ഇരിക്കും. സമയക്കുറവുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ദൈവവചനത്തിൽ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ദൈവകൃപ നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട പൽക്കാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.